മലയാള സിനിമയിൽ ഇതുവരെ പുറത്തിറങ്ങിയ പോലീസ് ചിത്രങ്ങളുടെ ലിസ്റ്റെടുത്താൽ അതിൽ മുൻപന്തിയിൽ ഇടം പിടിച്ച ചിത്രമാണ് റോബി വർഗീസ് രാജ് സംവിധാനം ചെയ്ത് 2023-ൽ തിയേറ്ററുകളിലെത്തിയ കണ്ണൂർ സ്ക്വാഡ്. യഥാർത്ഥ കഥയെ ആസ്പദമാക്കി ഐ ജോർജ് മാർട്ടിനായി മമ്മൂട്ടി വേഷമിട്ട ചിത്രം മലയാളത്തിലെ മികച്ച ക്രൈം ത്രില്ലർ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ഇടം പിടിക്കുകയായിരുന്നു. കുറ്റവാളിയെ പിടികൂടാനായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന സംഘത്തിന്റെ കഥ പറഞ്ഞ ചിത്രം വലിയ വിജയമായിരുന്നു തിയേറ്ററുകളിൽ നിന്നും നേടിയത്. മലയാളത്തിൽ നിന്നും 100 കോടി നേട്ടം സ്വന്തമാക്കാൻ കെൽപ്പുള്ള ചിത്രമായിരുന്നെങ്കിലും 85 കോടിയോളം നേടിയായിരുന്നു കണ്ണൂർ സ്ക്വാഡ് തിയേറ്റർ വിട്ടത്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന് ഒരു രണ്ടാം ഭാഗം ഉണ്ടാകുമെന്നുമുള്ള സൂചനകളും അണിയറ പ്രവർത്തകർ നൽകിയിരുന്നു. റിപ്പോർട്ടർ ഫിലിംസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയായിരുന്നു ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള അനുഭവം റോണി ഡേവിഡ് പങ്കുവച്ചത്. കണ്ണൂർ സ്ക്വാഡ് 2-വിനെ കുറിച്ച് ചർച്ചകളും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ചില പരിപാടികൾ മമ്മൂക്കയുടെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷേ അതിന്റെ കൂടുതൽ കാര്യങ്ങൾക്കായി റോബി വരണം. മാർട്ടിൻ ചേട്ടന്റെ ചാക്കോച്ചൻ നായകനാകുന്ന ചിത്രത്തിന്റെ ഷൂട്ടിലാണ് റോബി ഇപ്പോൾ. മെയ് മാസം അവസാനം പോയതാണ്, പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അദ്ദേഹം ജൂലൈ പകുതിയിൽ വരുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നറിയണം. മാത്രമല്ല മമ്മൂക്ക ചെന്നൈയിലാണ്. ധനുഷിന്റെ ചിത്രത്തിന്റെ ഷൂട്ടിലാണ് ഇപ്പോൾ. അവരെല്ലാം വന്ന് കഴിഞ്ഞതിന് ശേഷമേ എന്തെങ്കിലും പറയാൻ പറ്റുകയുള്ളൂ, റോണി ഡേവിഡ് പറഞ്ഞു.